ഹായ് ഡിയേഴ്സ്. അപ്പം ഞങ്ങൾ ഇന്ന് കൊല്ലത്തേക്ക് പോവാണ് കേട്ടോ. തൃശ്ശൂരിൽ നിന്നാണ് ഞങ്ങൾ വണ്ടി കയറിയത്. അങ്ങനെ രാവിലെ തന്നെ കൊല്ലം KSRTC ബസ് സ്റ്റാൻഡ് ഫ്രണ്ടിലെത്തി. അവിടെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ അഷ്ടമുടി കായലിൻ്റെ അടുത്ത് ബോട്ട് ജെട്ടിയിലാണ് വന്നിട്ടുള്ളത്. കായലിൻ്റെ ഭംഗി അങ്ങനെ രാവിലെ തന്നെ ആസ്വദിച്ച് കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ ബോട്ടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രാ ബോട്ടുകൾ പോകുന്നുണ്ടായിരുന്നു. നമ്മുടെ അഷ്ടമുടി ബോട്ട് പോകുന്നത് രാവിലെ 11:30 മുതലാണ് കേട്ടോ സർവീസ് ആരംഭിക്കുന്നത്. 5 മണിക്കൂറോളമുള്ള ഒരു കായൽ യാത്രയാണ് സീ ബോട്ടിലൂടെ നമുക്ക് ലഭിക്കുന്നത് കേട്ടോ. യാത്രക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും അതിലുണ്ട് കേട്ടോ. മുകളിലും താഴെയുമായുള്ള നിലകളിലായിട്ട് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓഫീസിൽ ചെന്ന് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ സമയം ഇങ്ങനെ വന്നു നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നുന്നൊരു കാഴ്ചകളാണിത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇവിടെ ഇതൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്നു. അപ്പോൾ എല്ലാവരും വന്നിട്ട് ഇവിടെ ചായ കുടിക്കാനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്തൊരു യാത്രാ ബോട്ട് വന്നപ്പോൾ ഞങ്ങൾ അതിൽ കയറാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഈ ഒരു ബോട്ടിനുള്ളിൽ കൂടെയാണ് അപ്പുറത്തെ ബോട്ടിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചത് കേട്ടോ. ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്തൊരു അച്ഛൻ വന്നിട്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആൾ അപ്പുറത്തെ കരയിലേക്ക് പോകാണ്ടായിരുന്നാണ്. അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ എവിടുന്നാണ് വരണത് എന്താണെന്നൊക്കെ ചോദിച്ചറിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് കായലൊന്നും ഇല്ലയെന്ന് അറിഞ്ഞപ്പോൾ ആൾ ഭയങ്കര ഇതായിരുന്നു. അതിനെക്കുറിച്ച് വർണ്ണിക്കാനും അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടോളം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക, ഇതൊക്കെ ഫോണിൽ കാണിച്ചു കൊടുക്കുക, എല്ലാവരെയും കൊണ്ടുപോയിട്ട് നമ്മുടെ നാടിൻ്റെ ഭംഗി കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കരമായിട്ട് വാചാലമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കായലിലൂടെയുള്ള യാത്ര ആരംഭിച്ചു കേട്ടോ. കുറച്ച് പേരെയാണ് നമുക്ക് ബോട്ടിലുണ്ടായിരുന്നുള്ളൂ യാത്രയ്ക്കായിട്ട്. രാവിലെ 8 മണിക്കാണ് ഞങ്ങൾ ഈ ബോട്ടിൽ പോകുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ വെയിൽ വരുന്നതിനുള്ള ഭംഗി ഭയങ്കരമായിട്ട് നമ്മൾ ആസ്വദിച്ചു. നമ്മുടെ ബോട്ടിൽ ജീവനക്കാരായിട്ട് 5 പേരായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇത്ര പേരെ നമുക്ക് കാണുന്നുള്ളൂ, കണ്ടില്ലേ? അത്ര പേരാണ് ഉണ്ടായിരുന്നുള്ളൂ. കായലിൻ്റെ ഓളപ്പരപ്പുകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചുറ്റും പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ഭംഗി കാണാൻ തന്നെ ഒരു പ്രത്യേക വൈബാണല്ലേ. മനസ്സിനൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാഴ്ചകൾ തന്നെയാണ്. അങ്ങനെ നമ്മുടെ യാത്രയുടെ ടിക്കറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടിക്കറ്റിന് 8 രൂപയാണ് ഒരാൾക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻ പിടിക്കാനുള്ള ആവശ്യങ്ങൾക്കായിട്ട് തോണിക്കാരും ബോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓരോ കരയിലെ ഭാഗങ്ങളിലും എത്തുമ്പോൾ അവിടെയൊക്കെ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നതും കാണുന്നുണ്ടായിരുന്നു. രാവിലെയുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു. വെയിലിങ്ങനെ ഉദിച്ച് വരുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവിടുത്തെ ജീവനക്കാരൊക്കെയാണ് ആ നിൽക്കുന്നത് കേട്ടോ. നമ്മൾ പരിചയപ്പെടുത്തി തന്ന അച്ഛനാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ. ആൾ ഭയങ്കരമായിട്ട് നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു കേട്ടോ. കായലിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തിട്ടുള്ള പ്രകൃതി ഭംഗി ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു സന്തോഷമാണ് നമുക്ക്. കരഗതാഗതം ഉണ്ടെങ്കിൽ ഇപ്പോഴും യാത്രയ്ക്കായിട്ട് ബോട്ടുകളൊക്കെ തന്നെയാണ് ആളുകൾ ഉപയോഗിക്കുന്നത് കേട്ടോ. സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അഷ്ടമുടി കായലിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വിസ്തൃതിയുള്ള 2ാമത്തെ കായലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. അതുപോലെ തന്നെ കേരളത്തിലെ ശുദ്ധജല തടാകങ്ങളിലേക്കുള്ള കവാടം എന്നും നമ്മുടെ അഷ്ടമുടി കായലിനെ വിശേഷിപ്പിക്കുന്നു. അഷ്ടമുടി എന്നതിൻ്റെ അർത്ഥം അഷ്ട എന്ന് പറഞ്ഞാൽ 8, മുടി എന്ന് പറഞ്ഞ ശാഖ അല്ലെങ്കിൽ വഴി. അതാണ് നമ്മുടെ ഈ അഷ്ടമുടി എന്നുള്ള ഒരു പേരിൻ്റെ അർത്ഥം. 8 ശാഖകൾ എന്ന് പറഞ്ഞാൽ തേവള്ളിക്കായൽ, കണച്ചിറ കായൽ, പ്രാക്കുളം കായൽ, കുമ്പളം കായൽ, വെള്ളിമൺ കായൽ, പെരുമൺ കായൽ, മുക്കാട് കായൽ, കാഞ്ഞിരോട്ട് കായൽ, ഇവയാണ് 8 ശാഖകൾ. ഇതിൽ പെരുമൺ കായൽ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ തീവണ്ടി അപകടം നടന്ന പെരുമൺ ദുരന്തം അല്ലേ, നമ്മുടെ അഷ്ടമുടി കായലിലാണ്. വലിയൊരു ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച ഒരു കായൽ കൂടിയാണിത്. അങ്ങിങ്ങായി പച്ചത്തുരുത്തുകളും കായലോര ഗ്രാമങ്ങളും ആസ്വദിച്ചുകൊണ്ട് കണ്ണിന് കുളിർമയേകുന്ന ഒരുപാടധികം കാഴ്ചകളോടെ നമ്മുടെ ബോട്ട് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ യാത്ര തുടരുമ്പോഴാണ് നമ്മൾ വലയെറിയുന്ന ഒരു കാഴ്ച കണ്ടത്. അപ്പോൾ അതുകൂടെ വീഡിയോയിലൊന്ന് ഉൾപ്പെടുത്താമെന്ന് കരുതി. അതെല്ലാം കണ്ട് ആസ്വദിച്ച് നമ്മൾ പോകുമ്പോഴാണ് അവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള 5 സ്റ്റാർ ഹോട്ടലായിട്ടുള്ള ദ റാബിസ് എന്നുള്ള ഒരു ഹോട്ടലിനെ നമ്മൾ കാണാനിടയായത്. രാവിലത്തെ ആ ഒരു സമയമായതുകൊണ്ട് തന്നെ സ്കൂൾ കുട്ടികളും ജോലിക്കാരൊക്കെയാണ് കൂടുതലും ബോട്ടിലുണ്ടായിരുന്നത് കേട്ടോ. പെട്ടെന്നൊരു യാത്രയിൽ ഇങ്ങനൊരു ബോട്ട് യാത്ര ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കിട്ടിയത് നമുക്ക് നല്ലൊരു ഭാഗ്യം തന്നെയായിരുന്നു. നീർക്കാക്കകൾ ബോട്ട് പോകുന്നതിനനുസരിച്ച് പറന്ന് വന്നിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വീണ്ടും വന്നിരിക്കും, പിന്നെയും കുറച്ച് നീന്തും, അങ്ങനെ വന്നിട്ട് നല്ല രസമായിരുന്നു കൂട്ടത്തോടെ അവർ വന്ന് പറക്കുന്നതൊക്കെ കാണാൻ.